blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള സോനയ്ക്കും ജസ്റ്റിസിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്പീച്ച് ഏറ്റവും ക്ലിയറായി വരട്ടെ. തൻ്റെ വിദ്യാഭ്യാസം, ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല സ്റ്റഡീസിൽ ഏറ്റവും ബ്രില്യൻ്റ് ആകുവാൻ ദൈവിക അനുഗ്രഹങ്ങൾ ആ മകൻ്റെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. സോണയും ജസ്റ്റിസിനെയും കർത്താവെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാവിധ ഫാമിലി ബ്ലെസ്സിങ്സും അവരുടെ മേൽ വരട്ടെ. താങ്ക് യു ലോർഡ്. മല്ലപ്പള്ളിയിൽ നിന്നുള്ള കുര്യനും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് നല്ല ഒരു ഭവനം ലഭിക്കട്ടെ. മുഴുവൻ കുടുംബത്തെയും കർത്താവെ ആത്മീയ അനുഗ്രഹങ്ങളാൽ, ഭൗതിക അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. സൗദി അറേബ്യയിൽ നിന്നുള്ള രതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വിവാഹത്തെ തടുക്കുന്ന സകലവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഭവനം നൽകണമേ. സാമ്പത്തിക നന്മകളാൽ തന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ജേക്കബ് സി ജേക്കബ്, മറിയമ്മ ജേക്കബിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവല്ല നിന്നുള്ള ഈ കുടുംബത്തെ കർത്താവെ, എല്ലാ ഫാമിലി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സോൾവ് ചെയ്യപ്പെടുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മകൾ ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. നല്ല ഒരു ഫ്യൂച്ചർ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്പോൺസർ ചെയ്ത എല്ലാവരെയും കർത്താവ് നീ കൈനീട്ടി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പുസ്തകമാണ്. പാരൻസിന് അത് വായിക്കണം. കാരണം എങ്ങനെയാണ് ആ കുട്ടികളെ ബാക്ക് സപ്പോർട്ട് നൽകേണ്ടതെന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വെക്കേഷനാണെങ്കിലും ഐ എൻകറേജ് യു ടു റീഡ് ദിസ് ബുക്ക് ആൻഡ് പ്രിപ്പയർ യുവർ സെൽഫ് ടു സ്റ്റഡി ഇൻ എ ബെറ്റർ വേ. അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുൻപേ തന്നെ വെക്കേഷൻ ടൈമിൽ ഇതിനകത്തുള്ള ആ ലേണിംഗ് ടെക്നിക്സ് ഒത്തിരി എൻകറേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ആൻഡ് സ്റ്റുഡൻറ്റ് ട്രെയിനേഴ്സ് ലൈക്ക് ടീച്ചേഴ്സ് ആൻഡ് അതുപോലെയുള്ള ആളുകൾക്കും ഇൻസ്ട്രക്ടേഴ്സിനും ഇത് വളരെ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ്. ആദ്യത്തെ പ്രിൻ്റ് ഏകദേശം തീരാറായി. ചില കോപ്പികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെൻറ്ററിലോ വരുമ്പോഴും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. മറ്റൊന്നുകൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദിസ് ആൻ MP3 ഓഡിയോ CD ആണ്. ഇതിനകത്ത് 22 സന്ദേശം, ഏകദേശം 22 മണിക്കൂറുകൾ കേൾക്കാവുന്നതാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ ഫിലിപ്പ് ലേഖനത്തെക്കുറിച്ചുള്ള വളരെ അനോയിൻറ്റഡ് മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന CD ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ സെർമൺ നോട്ട് കീപ്പറോ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കോ ഉണ്ടെങ്കിൽ അത് എഴുതിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഒത്തിരി കാറിൽ ഡ്രൈവ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യുന്നു. ഇത് കാറിൽ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. വീട്ടമ്മമാർക്കാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ വേറെ ഭാഗത്തൊരു റെക്കോർഡറിൽ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ വേർഷിപ്പും
പ്രേയറും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർക്ക് കരസ്ഥമാക്കാം. നിങ്ങളെ ആത്മജീവിതത്തെ അത് ഒത്തിരി അനുഗ്രഹിക്കും. കർത്താവ് അതിലൂടെ ഒത്തിരി നന്മകൾ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഈ സിസ്റ്ററിൻ്റെ പേര് അന്നക്കുട്ടി വർഗീസ് എന്നാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിലല്ല, തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലാണ് യേശു പ്രവർത്തിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ പേര് വർഗീസ് എന്നാണ്. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ 2009 തൻ്റെ ഭർത്താവിന് പനി വന്നിട്ട് പനി കൂടി തൻ്റെ വലത്തെ കാല് തളർന്നു പോയെന്നാണ് പറയുന്നത്. തനിക്ക് പണിക്ക് പോകാൻ പറ്റുന്ന അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലാണ്. 2009 ജനുവരി മാസത്തിൽ തുടങ്ങിയത്. പക്ഷേ ഇവർ ബ്ലെസ്സിംഗ് ടുഡേ തുടങ്ങിയതിന് ശേഷം കാണാൻ തുടങ്ങിയിരുന്നു. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ 2011 ഇതിനിടയിൽ 16 ദിവസം എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, മരുന്നെല്ലാം കഴിച്ചു, ട്രീറ്റ്മെൻറ്റ് നടത്തി. പക്ഷേ ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. താൻ നടക്കുമ്പോൾ ഒന്നെങ്കിൽ ഭിത്തിയിൽ പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് വേണം, ആരെങ്കിലും സപ്പോർട്ട് വേണം, ബാത്റൂമിലോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം ചെയ്യുവാൻ വേണ്ടി. അങ്ങനെയാണ് മിക്കവാറും കിടപ്പ് തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു തൻ്റെ അവസ്ഥ. പക്ഷേ ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഒരു കുടുംബമായതുകൊണ്ട് 2011 ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു ഏത് മാസത്തിൽ? സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, മാർച്ച് മാസത്തിലാണ്. അന്ന് ആ പ്രോഗ്രാമിൽ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രത്യേകമായി ഇങ്ങനെ പറഞ്ഞു, കാല് വേദനയുള്ളവരെ, കാലിന് പ്രശ്നമുള്ളവരെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താനിത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ എന്തെങ്കിലും പ്രത്യേകത അനുഭവപ്പെട്ടു? അപ്പോൾ പറഞ്ഞത് ആ സമയത്ത് എൻ്റെ വലത്തെ കാലിനകത്ത് എന്തോ കിരികിരിപ്പ് പോലെ ഒരു അനുഭവപ്പെട്ടു എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമായിരുന്നു. അതിനകത്ത് തരിയിരിപ്പ് പോലെ അനുഭവപ്പെട്ടു. ഞാൻ ചോദിച്ചു ഇതിങ്ങനെ അനുഭവപ്പെട്ടു, പക്ഷേ ഇത് എങ്ങനെ മാറിയെന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞത് ഇത് അത്രയും ദിവസം മറ്റുള്ള സപ്പോർട്ടോടുകൂടി നടക്കുന്നത്, ഇതിന് ശേഷം താൻ ആരുടെയും സപ്പോർട്ടോടുകൂടിയല്ല നടന്നത്. താൻ തന്നെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ട സമയത്ത് ബാത്റൂമിൽ പോകേണ്ട സമയമായപ്പോൾ തന്നെ പോയി താൻ ബാത്റൂമിൽ പോയി, ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വന്നു. ഞാൻ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു? ആ സമയത്ത് പറ, ഇന്ന് തൻ്റെ ഭർത്താവ് കൂലിപ്പണിക്ക് പോവുകയാണ്, ഭാരപ്പെട്ട പണിയെടുക്കാൻ പോവുകയാണ്, വലത്തെ കാലത്ത് തളർന്നു കിടക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിച്ച ആളെ എന്താ കൊണ്ടുവരാഞ്ഞ്? ജോലി സംബന്ധമായിട്ട് ആലുവയിൽ പോയിരിക്കുക, അതുകൊണ്ട് വരാൻ കഴിയാഞ്ഞ്. തൻ്റെ വലതു കാലം തളർന്നു കിടക്കുന്ന വ്യക്തി കുടുംബനാഥനെ, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കേണ്ട വ്യക്തിയാണ്. സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു താൻ തളർന്നു കിടന്നാൽ ശരിയാകുകയില്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടത്. കുടുംബനാഥനെ സ്പർശിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് ബ്രദറിൻ്റെ അരികിൽ മൂവാറ്റുപുഴയിൽ ടൗൺ ഹാളിൽ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും അതുപോലെയുള്ള രോഗികളെ സൗഖ്യമാക്കുന്ന സാക്ഷ്യമാണ് ബ്രദറിന്റെ അടുക്കൽ പറഞ്ഞുകൊണ്ട്. കാര്യങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തിയാൽ 3 വർഷമായി താൻ ഭർത്താവ് സൗഖ്യമായിട്ട്. ഈ ഇതിനിടയിൽ എപ്പോഴെങ്കിലും കാലിന് വേദന താൻ ഇടയ്ക്ക് കിടക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അന്ന് ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ച ദിവസം തന്നെ താൻ എഴുന്നേറ്റു. ഇപ്പൊ പണിക്കൊക്കെ പോയി തുടങ്ങി. എല്ലാ കഠിനപ്പെട്ട ജോലികളും ചെയ്യും. എത്ര വയസ്സുണ്ട്? 50 വയസ്സുണ്ട്. എല്ലാവരും കരങ്ങളെ നീട്ടി സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, അങ്ങ് ഈ മകളുടെ ഭർത്താവിന് നൽകിയ സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ സമയം തന്നെ അനേകം വീടുകളിൽ ഇതുപോലെ കിടപ്പ് രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ജീവൻ അവരുടെ കാലുകളിലേക്ക്, ശരീരഭാഗങ്ങളിലേക്ക്, തളർന്ന അസ്ഥികളിലേക്ക്, മാംസപേശികളിലേക്ക് ഞങ്ങളിപ്പോൾ പകരുന്ന കർത്താവെ, അവർ എഴുന്നേൽക്കട്ടെ. ആ നിർജീവമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളൊന്നും തെറ്റല്ലെന്ന് നമ്മളെ തന്നെ കബളിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പഠിപ്പിക്കുക, നീ ചെയ്യുന്നതൊന്നും തെറ്റല്ല, നിനക്ക് ഇത്രയും വിഷമമൊക്കെ ഉള്ളപ്പം നീ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇത്രയും വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം നീ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുടിച്ചിട്ട് വേണ്ടേ വീട്ടിൽ കയറി വരാൻ? ഇവിടെയുള്ള സഹോദരന്മാരാരെങ്കിലും മദ്യപാനികളുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിന്റെ ഈ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേറെ ഏതാണ് മാർഗമുള്ളത്? അതുകൊണ്ട് നീ ചെയ്യുന്ന തെറ്റൊന്നും അല്ലെന്ന് നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ മനസ്സിൻ്റെ പുറകിൽ കുട്ടിച്ചെകുത്താന്മാർ നിങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കും. എന്നാൽ യേശുവിൽ ഒരു വ്യക്തി തന്റെ സംസാരം തുടങ്ങുമ്പോൾ ആ ശബ്ദം പിന്നെ കേൾക്കുകയില്ല, കുട്ടിപ്പിശാചിന്റെ ശബ്ദം പിന്നെ കേൾക്കുകയില്ല, യേശുവിന്റെ ശബ്ദം കേൾക്കുകയും താൻ ഒരു പാപിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്.
എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അപ്പോൾ ഒന്ന് യേശുവിനോട് സംസാരം തുടങ്ങണം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. കൈയൊന്ന് ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഇന്നു മുതൽ ഞാൻ അങ്ങയോട് സംസാരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംസാരിക്കും, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ സംസാരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കും എന്നുള്ള വാക്കല്ല നിങ്ങളെ പഠിപ്പിച്ച് സംസാരിക്കും. ചുമ്മാ കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയും. കർത്താവെ കൈകൾ ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ കൃപ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. കൈകൾ താഴെയിട്ടാലും നോക്കൂ, 16-17 വചനങ്ങളിൽ ഈ സ്ത്രീ പറയുന്ന കാര്യമല്ല, മറ്റൊന്നാണ് യേശു കർത്താവ് അവിടെ വെളിപ്പെടുത്തുക. അതിൻ്റെ അർത്ഥം ഇതാണ്, യേശുവിന് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. സിസ്റ്റർ ഷെമ ആരാണ്, ബ്രദർ ഡാമിയൻ ആരാണ്, ഇവിടെയുള്ള ഓരോ വ്യക്തിയും ആരാണ് എന്നുള്ളത് യേശുവിന് വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ വേറെബൌട്ട്സ് മുഴുവൻ അവനറിയാം. പക്ഷേ ഇവിടുത്തെ ആ വചനത്തിൽ കാണുന്നത് ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഹി കീപ്സ് ആൻ അക്കൗണ്ട് അബൌട്ട് യു. നിങ്ങളെ പറ്റിയുള്ള കണക്കെടുപ്പും കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന്. എത്ര നുണ പറഞ്ഞു, എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, എവിടെയൊക്കെ പോയി, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ലെന്ന് പറയുമ്പോഴേ എല്ലാ കണക്കും കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കൈയൊന്ന് ഉയർത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ നീ എന്നെ അറിയുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, കർത്താവേ നീ എന്നെ അറിയുന്നുണ്ട്. ദൈവമേ എനിക്ക് അങ്ങയോട് സംസാരിച്ച് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് താല്പര്യമുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞാലും. യെസ്, അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള, അങ്ങനെയൊക്കെ പറയുന്നത് പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ വീട്ടിൽ പോയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വേഴ്സസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വചനങ്ങളിലേക്ക് വന്നപ്പോൾ ആദ്യം ഇതാ യേശു കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ സ്ത്രീ ഏർപ്പെട്ടു. രണ്ടാമത് അവളുടെ തെറ്റുകളിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടുന്ന അവളുടെ തെറ്റുകൾ അവൾക്ക് മനസ്സിലായി. അവൾ അതിൽ മാനസാന്തരപ്പെടാനായി തുടങ്ങി. തെറ്റു മനസ്സിലായി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഘട്ടമാണ് 16 മുതൽ 17 വരെയുള്ള ഘട്ടത്തിൽ അവൾ ആരാധന എന്താണെന്ന് കർത്താവ് അവളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ആരാധനയെ കുറിച്ച് പഠിപ്പിക്കുന്നു. അതിന്റെ 19-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ ആരാധനയ്ക്കുള്ള സ്ഥലം യെരൂശലേം ആണെന്ന് യഹൂദരായ നിങ്ങൾ പറയുന്നുവല്ലോ. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു വരുന്നു. ശമര്യക്കാരത്തി പറയുന്ന ഈ മല ഏതായിരിക്കും? ആ മലയുടെ പേര് പറയാമോ? ആദ്യം എഴുതിയ നോട്ട് എടുത്ത് നോക്കണം. ഏത് മലയായിരിക്കും? ഗെരിസീം. ശമര്യക്കാരത്തി പറയുന്ന മല അതാണ്. ഞങ്ങൾ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രവാചക, നിങ്ങൾ ആരാധിക്കുന്നത് യെരൂശലേമിലാണല്ലോ. ഓക്കെ, അടുത്ത ഭാഗത്തിൽ കാണുന്നു, എന്നാൽ ആരാധനയ്ക്കുള്ള സ്ഥലം യെരൂശലേമാണെന്ന് യഹൂദന്മാരായ നിങ്ങൾ പറയുന്നുവല്ലോ. 21-ാമത്തെ വചനം, യേശു എന്താണ് അതിന് ഉത്തരം പറയുന്നത്? യേശു പ്രസ്താവിച്ചു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ യെരൂശലേമിലോ അല്ല എന്നുള്ള സമയം വരുന്നു. നോക്കൂ സ്ത്രീയെ, നീ ആ പറയുന്ന ഗെരിസീം മലയിലുമല്ല, ഞങ്ങൾ യഹൂദന്മാർ ആരാധിക്കുന്ന യെരൂശലേമിലെ മലയിലുമല്ല. അടുത്തത് 22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്നല്ലോ വരുന്നത്. നോക്കൂ, നിങ്ങൾ ശമര്യക്കാർ അറിയാതെ പല കാര്യങ്ങളും മനസ്സിലാക്കാതെ യഹൂദന്മാരെ കോപ്പിയടിച്ചുകൊണ്ട് പല കാര്യങ്ങളും യഹൂദന്മാരിൽ നിന്ന് പകർത്തിയെടുത്തുകൊണ്ട് പകുതി യഹൂദന്മാരായി നിന്നുകൊണ്ട് ആരാധിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒന്നുമല്ല, അതിനപ്പുറം മറ്റു ചിലതുണ്ട്. 23-ാമത്തെ വചനം ശ്രദ്ധിച്ചു കേട്ടാലും, എന്നാൽ സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇങ്ങനെയുള്ള ആരാധനയത്രേ പിതാവ് അന്വേഷിക്കുന്നത്. നോക്കൂ, എന്നാൽ സത്യ ആരാധകർ, ഇനി അടുത്ത ആരാധനയിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. നോക്കൂ, പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നീട് അങ്ങനെ തന്നെ കർത്താവ് ഇരുത്തുന്നില്ല. അവനെ ആരാധനയിലേക്ക്, സത്യ ആരാധനയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുക, സത്യാരാധകർ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം
ആ ടൈം സോണിന് തന്നെ ഒരു ചേഞ്ച്, കാലത്തിന് ഒരു മാറ്റം അവിടെ കൊടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന് മുൻപ് വരുന്നുവെന്നും യേശു ക്രിസ്തുവിന് ശേഷം വന്നിരിക്കുന്നു എന്നുമുള്ള ഒരു വെളിപ്പാടാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പറയുകയാണ്, സത്യനമസ്കാരികൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നു? ആത്മാവിലും സത്യത്തിലും. പറയാമോ? ആത്മാവിലും സത്യത്തിലും. ഒന്നുകൂടെ പറയാമോ? പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിട്ട് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നോക്കൂ, ആത്മാവിലും സത്യത്തിലും. യേശുക്രിസ്തു പറയുകയാണ്, ആ മലയിലോ ഈ മലയിലോ ഉള്ള ആരാധനയുടെ പേരിൽ തർക്കിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കരുത്. ആരാധിക്കുന്ന സ്ഥലത്തിനല്ല പ്രത്യേകത, ആരാധിക്കുന്ന രീതിക്കാണ് പ്രാധാന്യം. പലർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ആരാധിക്കുന്ന സ്ഥലത്തിനല്ല പ്രത്യേകതയുള്ളത്, പുതിയ നിയമത്തിൽ ആരാധിക്കുന്ന രീതിക്കാണ് പ്രത്യേകതയുള്ളത്. യേശു കർത്താവ് ആരാധിച്ച സ്തുതിച്ച പല സ്ഥലങ്ങളിലും, യെരൂശലേമിലെ പല സ്ഥലങ്ങളിലും പല പ്രാവശ്യം പോകുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആരാധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ആരാധിച്ചിട്ടുണ്ട്, അഭിഷേകം തോന്നിയിട്ടുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ പലപ്പോഴും ദൈവസാന്നിധ്യം ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുള്ളതും കർത്താവിനെ സ്തുതിച്ചിട്ടുള്ളതൊക്കെ ബെഡ്റൂമിനകത്തിരുന്ന് ആരാധിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ ബൈബിൾ പറയുന്നത് ആരാധിക്കുന്ന ഒരു പ്രത്യേക ഇടത്തെക്കുറിച്ചല്ല, ആരാധിക്കുന്ന മോഡ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ രീതിക്കാണ് പ്രത്യേകതയുള്ളത്. എങ്ങനെയുള്ള രീതിയിലാണ് ആരാധിക്കേണ്ടത്? അത് ആത്മാവിലും സത്യത്തിലും. ഒന്നുകൂടെ പറയാമോ? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ്, ആത്മാവിലും സത്യത്തിലും. എന്താണ് ഈ ആത്മാവിലും സത്യത്തിലും എന്നൊക്കെ പറയുമ്പോൾ? എന്ന് വെച്ചാൽ ഫുൾ ഹാർട്ടോടെ, മുഴു ഹൃദയത്തോടെ, മുഴു ആത്മാവോടെ, മുഴു മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ബൈബിൾ പറയുന്നത് പോലെ തന്നെ മുഴു ആത്മാവോടെ ചേർന്ന് വേണം നാം കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. മുഴു ആത്മാവും കൊടുക്കണം. ശരീരം മാത്രം കൊടുത്താൽ പോരാ. പഴയ നിയമത്തിൽ ശരീരം മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ദൈവാലയത്തിലേക്ക് ചെല്ലുക, ഒരു കാളക്കിടാവിനെയും കൊണ്ടുപോവുക, ഒരു പ്രാവിനെയും കൊണ്ടുപോവുക, ചീട്ടെഴുതുക, അങ്ങ് കൊടുക്കുക, മാറി നിൽക്കുക, കൈകെട്ടിക്കുക. പ്രാവല്ലേ പെടഞ്ഞു മരിക്കുന്നത്, കാളക്കുട്ടിയല്ലേ പെടഞ്ഞു മരിക്കുന്നത്, നമുക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അത് പോരാ. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം തമ്പുരാൻ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും എല്ലാം കൂടെ ചേർന്ന് നാം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ചേർന്ന് കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തെ പുതിയ നിയമത്തിൽ ആരാധിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, പിതാവാം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയമോ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ ആവശ്യമില്ല. ദിവസത്തിൻ്റെ 24 മണിക്കൂറും എവിടെ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പാടിപ്പുകഴ്ത്താം, കർത്താവിനെ സ്തുതിക്കാനായി സാധിക്കും. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. അടുത്തത്, അവനെ ആരാധിക്കുമ്പോൾ സത്യത്തിൽ അവനെ ആരാധിക്കണം. ഒന്ന് പറഞ്ഞേ, സത്യത്തിൽ ആരാധിക്കുക. ഒന്ന് ഉറക്കെ പറയാമോ? യെസ്. എങ്ങനെയാണ് സത്യത്തിൽ ആരാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർത്താവിനോടുള്ള സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതാണ് കർത്താവ് നമ്മുടെ പാപമൊക്കെ അങ്ങ് വെളിപ്പെടുത്തും, നമ്മുടെ തെറ്റുകളൊക്കെ നമുക്കങ്ങ് മനസ്സിലാകും. പിന്നെ മനസ്സിലാകും, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വരും. യേശു ക്രിസ്തുവിനോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വരും. ബൈബിൾ പറയുന്നു, അവൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പിന്നെ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും. ശമര്യക്കാരി സ്ത്രീക്ക് അതുണ്ടായി. അടുത്തത്, അവൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ചുമ്മാ ഉള്ള ആരാധനയല്ല, ആത്മാവിലുള്ള ആരാധന. 2, സത്യത്തിലുള്ള ആരാധന എന്ന് വെച്ചാൽ സിൻസിയറിറ്റിയിൽ, അല്ലെങ്കിൽ എന്താ, ആത്മാർത്ഥ ഹൃദയത്തോടെ. പല ആളുകളൊക്കെ ആരാധിക്കാൻ പോകുന്നത് പലപ്പോഴും, ഞായറാഴ്ചയല്ലേ, പോയില്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തു പറയും,
അല്ലെ? ആളുകളൊക്കെ കണ്ടെത്തില്ലേ എന്നൊക്കെ നോക്കിയിട്ടാണ് ആരാധിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കലും ആകരുത്. ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന്, സത്യത്തിൽ നിന്നുള്ള ഒരു ആരാധന, ഉറക്കം തൂങ്ങിക്കൊണ്ടുള്ള ഒരു ആരാധനയല്ല, പകുതി ഹൃദയത്തോടു കൂടിയുള്ള ഒരു ആരാധനയല്ല. അതുപോലെ തന്നെ ആരാധനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന്, കർത്താവെ ഞാൻ ആരാന്ന് നിനക്കറിയാലോ, ആ ഹൃദയത്തിൻ്റെ കപടത മുഴുവൻ വലിച്ചു കീറി ആ സത്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരാരാധന, അതാണ് പുതിയ നിയമത്തിൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ട വിധം എന്നുള്ളത്. പഴയ നിയമത്തിൽ പൊയ്മുഖത്തോടെ, കപടതയോടെ ഏതെങ്കിലും പ്രാവിനെയോ മൃഗങ്ങളെയോ കൊടുത്തുകൊണ്ട് കാപട്യം മുഴുവൻ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ആരാധിക്കാമായിരുന്നു. പുതിയ നിയമത്തിൽ കാപട്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ആരാധന പറ്റുകയില്ല. പിതാവിനെ ആരാധിക്കണമെങ്കിൽ അവൻ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, ഞാൻ വേഗത്തിൽ പോവുകയാണ്, സ്പീഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 25, 26 വചനത്തിലേക്ക്, 25, 26 ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഐ ഹാവ് ഫൗണ്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മശിഹായെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മശിഹായും ക്രിസ്തുവും ഒരേ അർത്ഥം തന്നെയാണ്. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു, അത് തന്നെയാണ്. അവൾ പറയുകയാണ്, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീയുടെ ഒരു ഡ്രമാറ്റിക് ചേഞ്ചാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിന് 28 അതുപോലെ തന്നെ അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ആ സ്ത്രീ പിന്നീട് ആ ശമരിയ പട്ടണത്തിലേക്ക് ചെന്നിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. ചെന്നിട്ട് ആ കുടം അവിടെ വെച്ചിട്ട് എല്ലാ ആളുകളോടും പറഞ്ഞു. ആളുകൾ മൊത്തം വന്നിട്ട് ഇപ്പം ക്രിസ്തുവിനെ കണ്ടെത്തി. ഹല്ലേലൂയ. നോക്കൂ, എന്താ വരുത്തിയ മാറ്റം? ഒരു യേശുവിനോടുള്ള ഒരു സംസാരത്തിൽ തുടങ്ങിയ മാറ്റമാണ്. യേശുവിനോട് അവൾ ഒന്നാമത് സംസാരിച്ചു. രണ്ടാമത് എന്താ വന്ന മാറ്റം? സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ തെറ്റുകളെക്കുറിച്ച് അവൾക്ക് ബോധ്യം വരാൻ തുടങ്ങി. മൂന്നാമതായിട്ട് അവൾ ആരാധനയിലേക്ക് നയിക്കപ്പെട്ടു. ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് മശിഹയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ അവൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമില്ല, ഭൗതികമായ കാര്യങ്ങളില്ല. അതെല്ലാം വിട്ടിട്ട് ആ ഗോസിപ്പ് വുമൺ ഇപ്പോൾ ഒരു ഗോസ്പൽ വുമണായിട്ട് മാറി. അത്രയും നാളും വരദൂഷണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയാണ്. പക്ഷെ സുവിശേഷക പ്രവർത്തകയായിട്ട് ഇപ്പോൾ അവൾ മാറിയിരിക്കുകയാണ്. അവൾ അവളുടെ സ്ഥലത്തേക്ക് ചെന്നു, ആളുകളോട് പറഞ്ഞു. ആളുകൾക്ക് മുഴുവൻ യേശുവിനെ കൊടുക്കുന്നവളായിട്ട് അവൾ മാറി. എവിടെയാണ് ആ തുടക്കമുണ്ടായത്? യേശുവിനോട് സംസാരിക്കുന്നതിലായിരുന്നു ആ തുടക്കം. ഇന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യേശുവിനോട് നിങ്ങളുടെ സംസാരം ഇന്ന് തുടങ്ങാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, പൂർണ്ണമായും ബൈബിളിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വാക്ക് തരാം, നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മാറിയിരിക്കും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക. മില്യൺസ് ദശലക്ഷങ്ങൾക്ക് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു, ചെയ്തുകൊണ്ടേയിരിക്കും. യേശു കർത്താവിനെ കഴിയാത്ത ഒന്നുമില്ല. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. അത്ഭുതകരമായ ശരീരങ്ങൾ ക്യാൻസർ ഫ്രീ ആകട്ടെ. ക്യാൻസർ സെല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വല്ലാത്ത ഗിഡിനെസ്സും തലചുറ്റിലൊക്കെ ഉള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബോൺ TV യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികളെ ബാധിച്ചിരിക്കുന്ന TV സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ, അലർജികൾ സൗഖ്യമാകട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റം സൗഖ്യമാകട്ടെ. റെസ്പിറേറ്ററി സിസ്റ്റം സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ക്രോണിക് ഡിസീസുകൾ, മാരക രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ബോൺ മാരോയെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, കിഡ്നികൾ സൗഖ്യമാകട്ടെ. മുഴകൾ, ഏത് രീതിയിലുള്ള മുഴകളും സിസ്റ്റുകളും ട്യൂമറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
നട്ടലിൻ്റെ തകരാറുകൾ, അതുപോലെ കഴുത്തും താഴേക്കുമുള്ള ഭാഗങ്ങളിലുള്ള സ്പോണ്ടിലൈറ്റിസ്, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത്ഭുതകരമായ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഓരോ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവർക്ക് കർത്താവ് അത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. നിങ്ങളുടെ വിഷയം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ വിശ്വസിക്കുക, ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും അങ്ങ് സ്പർശിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് പറയണം, തിങ്കളാഴ്ച മുതൽ വാച്ച് ചെയ്യാൻ. അതുപോലെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്തവർക്ക് സ്വാഗതം. അനേക സ്ഥലങ്ങളിൽ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ് എവറി സൺഡേ. തത്സമയ സംപ്രേഷണത്തിലൂടെ എല്ലായിടങ്ങളിലും അത് ഒരേ സമയം ഒരേ സന്ദേശം കേൾക്കാൻ കഴിയും. കൂടാതെ ഇന്ന് റാന്നിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ അമരവിളയിൽ നടക്കുകയാണ്. ഇത് രണ്ടിലേക്കും സ്വാഗതം ചെയ്യും. തിങ്കളാഴ്ച ഈ എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: രോഗശമനത്തിനുള്ള സുഗന്ധ തൈലം എവിടെയാണ് ഉള്ളത്? വേർ ഇസ് ദ ബാം ഫോർ റിക്കവറി? ഓപ്ഷൻസ്: എ അമോനിയ, ബി ഏദോ, സി ഗിലെയാദ്, ഡി മോവാബ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഓയം ബുക്സ് ആണ്.